ഈ സാധനം സോമനാണ് എനിക്ക് മെഷീൻസൊക്കെ തന്നിട്ടുണ്ട്. അയ്യോ ഞാൻ ഇവിടെ കരട് ചെയ്യുന്നേ അമ്മേ, എന്ത് സ്റ്റെപ്പാടെ ആരാ ഉണ്ടാക്കി വെച്ചത്? അമ്പോ. ഓക്കെ ഗൈസ്, ഞാൻ സോമനാണ് എനിക്ക് മെഷീൻസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രെയിൻ ഉണ്ട്. ഈ സൈൻ്റെ അകത്ത് ഒരു സൂപ്പർ കാർ അതുണ്ട് എന്നാണ് പറയുന്നത്. സോ ഏതാ സൂപ്പർ കാർ എന്നൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ലൊക്കേഷനിലോട്ടാണ് പോണത്. പിന്നെ ഗൂഗിൾ മാപ്പിൽ അയച്ചത്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പേടിയുണ്ട്. നാലും കുഴപ്പമില്ല, പോവാമെന്ന് വിചാരിച്ച് ഞാൻ പോവാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കട്ട് ചെയ്ത് എടുത്ത് പോകുന്നുണ്ട്. നമുക്കെന്നാൽ വേഗം എത്താം. അയ്യോ, പണി കിട്ടിയെന്ന് വെച്ചൊരു ഡൗട്ടാണ് കേട്ടോ എനിക്ക്. കാര്യം ബൈക്ക് വെച്ചിട്ട് ആ ട്രെയിനിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്ക്, അതൊരു ചെറിയ ഡൗട്ടുണ്ട് എനിക്ക്. ബൈക്കിട്ട് പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി അടിച്ച് മാറ്റേണ്ടി വരും ഗൈസ്. ഇവിടെ എവിടെയോ ഒരു ഷോറൂം ഉണ്ടാവുമല്ലോ നമുക്ക് ഗൂഗിൾ മാപ്പിൽ. ഓക്കെ, ഇവിടെ അടുത്തൊരു ഷോറൂം ഒന്നുമില്ല കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വിടാം. ഓക്കെ, നമുക്ക് നേരെ വിടാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഷോറൂം ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി അടിച്ച് മാറ്റായിരുന്നു. അതിപ്പോൾ ഷോറൂം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. നമുക്കിപ്പോൾ ബൈക്ക് കൊണ്ട് തന്നെ നിർത്തിക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്കപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം. ഇവിടെ എവിടെയോ ആയിട്ടാണ് എനിക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. നമുക്ക് പോയി നോക്കി നോക്കാം. ഒരു മിനിറ്റ്, ഇത് റേസ് ട്രാക്ക് അല്ലേ? ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു കാർ ഉണ്ടാവുമല്ലോ. ഞാൻ ഇവിടെ നിന്നൊരു കാർ അടിച്ച് മാറ്റാം, അതാണിപ്പോൾ നല്ലത്, അല്ലെങ്കിൽ പണി ആളും. ഓക്കെ കേസ്, അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു GTR ഞാൻ അടിച്ച് മാറ്റിയിട്ടാണ്. അവിടെ ഒരു GTRൻ്റെ അടുത്ത് പിന്നെ ഒരു മെക്ലറൻ ഉണ്ടായിരുന്നു. പക്ഷേ GTR ആണെങ്കിൽ ലോക്ക് ഇടില്ലായിരുന്നു, GTR തുറന്ന് വെച്ച് കിടക്കായിരുന്നു. ഓക്കെ, മെക്ലറൻ ആണെങ്കിൽ പൂട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ GTR ഇപ്പോൾ നൈസായിട്ടാണ് എടുത്ത്. പിന്നെ ഞാൻ ബൈക്ക് ഇവിടെയുള്ള ഈ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ആർക്കും ഡൗട്ട് അടിക്കില്ല. ഓക്കെ, ഇത് ഇവിടെ അവിടെയോ ആയിട്ടാണ് ട്രെയിൻ ഉള്ളത്. നമുക്ക് എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തണം. അതായത് ട്രെയിൻ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ട്രെയിനിനെ ചേസ് ചെയ്ത് പിടിക്കാൻ നല്ല ടൈം എടുക്കും ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം അവിടെ എത്തണം ഗൈസ്. ഞാൻ എന്താ വണ്ടി എടുത്തിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല ഇതിന് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇപ്പം മാക്സിമം സ്പീഡിലാട്ടോ പോണത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ 225 ഇതിൻ്റെ മാക്സിമം സ്പീഡ്. എന്താ എന്നാലും ട്രെയിന് തുടങ്ങി എന്തായിരുന്നു സ്റ്റാർട്ടായി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വണ്ടി എടുത്ത് പറപ്പിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി സ്പീഡ് ഞാൻ പ്രതീക്ഷിച്ചു. ഓക്കെ, ഇതേ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഇപ്പോൾ എടുക്കുമോ? നമുക്ക് വേഗം പോവാം. ഇത് അവിടെ ട്രെയിൻ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. വേഗം പോക്കി പണി കിട്ടിയത് 2 ട്രെയിനാണ്. ഒന്നും ടീച്ചറ് 2 ട്രെയിൻ ഉണ്ടല്ലോ. ഏതാ ട്രെയിന്? അപ്പോഴെ കൺഫ്യൂഷനായല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ബ്ലൂ ട്രെയിൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ബ്ലൂ ട്രെയിനിൻ്റെ അകത്തുണ്ടോ നമുക്ക് നോക്കി നോക്കാം. നോക്കി നോക്കട്ടെ. ഇതെന്തായാലും ഇപ്പോൾ ട്രെയിൻ എടുക്കാൻ കുറച്ച് നേരമുള്ളൂ. ചാടിക്കോ. അയ്യോ, അവിടെ വഴിക്ക് ഗൈസ് ചാടിയുന്ന ടൈമിൽ. ഓക്കെ, വേഗം നിൽക്കാം. നമുക്ക് എന്തായാലും ഈ ട്രെയിനിൻ്റെ അകത്തൊന്ന് കയറി നോക്കി നോക്കാം. ഗൈസ്, ഈ ട്രെയിനിൻ്റെ അകത്തില്ല. നമുക്ക് എന്തായാലും സോമനെ വിളിച്ചിട്ട് പറയാം ഗൈസ്, നമുക്ക് സാധനങ്ങൾ അടുത്ത് കിട്ടിയിട്ടില്ലാന്ന്. ഓക്കെ, ഞാൻ സോമനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു അപ്പുറത്തൊരു ട്രെയിൻ ഉണ്ട് ഗൈസ്, അതിൻ്റെ അകത്താണ് സാധനം. ഈശ്വര, പണി കിട്ടും. നമുക്ക് വേഗം GTR പോയി പറപ്പിച്ചങ്ങ് വിടാം. വേഗം വിട്ടോ. നമുക്ക് ഗൈസ് അങ്ങനെ ട്രെയിനാണെങ്കിൽ പോയിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ അതിനെ വെട്ടിക്കാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ട് പോയി അങ്ങ് റെയിൽവേ പാളത്തിൽ പോയിട്ട് വണ്ടി അങ്ങ് നിർത്താം ഗൈസ്. ഇതാണ് എൻ്റെ പ്ലാൻ. നമുക്ക് വേഗം വണ്ടി തന്നെ ഓടിക്കാം ഗൈസ്. നമുക്ക് ഓക്കെ ഗൈസ്, അങ്ങനെ GTRലൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് ഗൈസ്. GTR അങ്ങനെ പവർഫുൾ ആണെന്ന് അറിയാലോ. ഗൈസ്, അങ്ങനെ ട്രെയിൻ നിന്നിരിക്കുകയാണ് ഗൈസ്. നല്ല സിമ്പിളായി തന്നെ നിന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ട്രെയിനിൻ്റെ ഏത് ഭാഗത്താണാവോ ഇനി ആ വണ്ടി ഉള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കട്ടെ. നമുക്ക് വണ്ടി കയറ്റുന്നത് ഇവിടെ എവിടെയായിട്ടാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് എനിക്കിന്ന് വണ്ടി കാണാൻ ഗൈസ്. ഞാൻ എന്താ കാട്ടാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വെപ്പൺസ് ഉണ്ട് ഗൈസ്. അതെടുത്തിട്ട് ഞാൻ ഇവിടെ ഫുള്ള് വെട്ടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഗൈസ്. ഈ ഡോറിൻ്റെ ലോക്ക് എൻ്റെ എണ്ണത്തോളം ഇവിടെയുള്ള ഡോറിയൊക്കെ ഇവിടെ ഫുള്ള് വേണ്ടി ചോട്ടാക്കിയിട്ട് ലോക്കൊന്നും കൂട്ടിക്കട്ടെ ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ ട്രെയിൻ പൊളിച്ചിട്ട് അതിൻ്റെ അതിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി വെച്ചൊന്നുമില്ല, നമ്മുടെ ബുഗാട്ടിയാണ് ഗൈസ്. ഞാൻ ബുഗാട്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഈ സീന് വണ്ടി ആട്ടത്. ഇത് എയർപോർട്ട് കൊണ്ടാക്കിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോനെ ഇജാതി സ്പീഡ് ചെയ്ത് അടിപൊളി വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. കിട്ടില്ല വണ്ടി, കിട്ടില്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം. ബട്ട് ഇത്
ഇവിടെ റെയർ ആയിട്ടുള്ളൊരു വണ്ടിയാട്ടോ ഇത്. ഈ ടൈപ്പ് ബുഗാട്ടി ഏതാണെന്ന് അറിയില്ല, ഏത് വേർഷനാണെന്ന്. ഈ വേർഷൻ നമ്മുടെ സിറ്റിയിൽ ഭയങ്കര റെയറാണ് ഗൈസ്. വളരെ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. നല്ല അടിപൊളി വണ്ടി തന്നെയാണ്, നല്ല സ്പീഡുണ്ട്. അറിയില്ല, എന്തായാലും നമുക്കിവിടെ ആ ബുഗാട്ടി അവിടെ വയ്ക്കുമ്പോൾ നമ്മളടുത്തുള്ള ബൈക്ക് നമ്മുടെ RC390 കൂടെ എടുക്കാം ഗൈസ്. അതാകുമ്പോൾ എയർപോർട്ട് അവിടെ തന്നെ പാർക്ക് ചെയ്ത് നന്നായി എന്നാണ് തോന്നുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.